നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. ക്വസ്റ്റ്യൻ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഗാമ ഗ്രേറ്റർ ദാൻ 0 then the expression cot inverse beta plus 1 plus beta whole square by alpha minus beta plus cot inverse gamma plus 1 plus gamma square by beta minus gamma plus cot inverse alpha plus 1 plus alpha square by gamma minus alpha is equal to എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കോട്ട് ഇൻവേഴ്സ് ഒക്കെ എന്നുണ്ടെങ്കിൽ ഇത് ടാൻ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ച്, അപ്പോൾ ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ല, ടാൻ ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഒക്കെ ഉള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് കോട്ട് ഇൻവേഴ്സ് ഒക്കെ വരുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് 3 കോട്ട് ഇൻവേഴ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് ടാൻ ഇൻവേഴ്സുകൾ ആഡ് ചെയ്യാൻ അറിയാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ അറിയാം. ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ചോദിച്ചാലും അറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള കോട്ടിനെല്ലാം ടാനിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള കോട്ട് ഇൻവേഴ്സിനെല്ലാം ടാനിലേക്ക് മാറ്റണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1/x ആണ്. പക്ഷെ അത് എപ്പോഴും ടാൻ ഇൻവേഴ്സ് 1/x അല്ല. അത് പൊതുവെ വരുത്തൊരു മിസ്റ്റേക്കാണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് 1/x ആണ്. എപ്പോഴും ടാൻ ഇൻവേഴ്സ് 1/x അല്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമാണ് അത് ടാൻ ഇൻവേഴ്സ് 1/x. ഇനി എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇത് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/x ആണ്. എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇത് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/x ആണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. കോട്ട് ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സ് 1/x ആക്കാം. അത് ടാൻ ഇൻവേഴ്സ് 1/x ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ പൈ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കെല്ലാം കോട്ട് ഇൻവേഴ്സിലാണുള്ളത്. അതിനെല്ലാം കറസ്പോണ്ടിങ് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ടേം കോട്ട് ഇൻവേഴ്സ് ബീറ്റ പ്ലസ് ഈ ഫസ്റ്റ് ടേമിൽ ഈ ആൽഫ ബീറ്റ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൽഫ മൈനസ് ബീറ്റയിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്താവും? ആൽഫ ബീറ്റ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ മൈനസ് ബീറ്റ. ഇതുപോലെ രണ്ടാമത്തെ ടേം എന്താവും? കോട്ട് ഇൻവേഴ്സ് ബീറ്റ ഗാമ മൈനസ് ഗാമ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഗാമ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ ബീറ്റ മൈനസ് ഗാമ. അടുത്തത് കോട്ട് ഇൻവേഴ്സ് ആൽഫ ഗാമ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ആൽഫ സ്ക്വയർ ബൈ ഗാമ മൈനസ് ആൽഫ. അപ്പോൾ ഇത് കോട്ട് ഇൻവേഴ്സ് മൈനസ് ബീറ്റ സ്ക്വയർ പോയിട്ട് ആൽഫ ബീറ്റ പ്ലസ് 1, പിന്നെ 1 പ്ലസ് ആൽഫ ബീറ്റ ബൈ ആൽഫ മൈനസ് ബീറ്റ. അടുത്തത് കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് ബീറ്റ ഗാമ ബൈ ബീറ്റ മൈനസ് ഗാമ പ്ലസ് കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് ആൽഫ ഗാമ ബൈ കോട്ട് ഇൻവേഴ്സ് ഗാമ മൈനസ് ആൽഫ. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഒരു ഫ്രാക്ഷൻ്റെ രൂപത്തിലായി. ഇതിന് മുന്നേ ടാൻ ഇൻവേഴ്സ് 1/xലേക്ക് മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം കോട്ട് ഇൻവേഴ്സ് അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് ഫ്രാക്ഷനായി. അപ്പോൾ ഇനി തിരിച്ച് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ടാൻ ഇൻവേഴ്സ് ആക്കി എഴുതാൻ പറ്റും. പക്ഷേ ടാൻ ഇൻവേഴ്സ് ആക്കി എഴുതുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഈ കോട്ട് ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൽഫ ബീറ്റ ഗാമ എല്ലാം പോസിറ്റീവാണ്. ഇതിൽ തന്നെ ആൽഫയാണ് ഏറ്റവും വലുത്, ബീറ്റ ചെറുത്, ഗാമ ചെറുത്, എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് ആൽഫ ബീറ്റ പോസിറ്റീവാണ്, ആൽഫ മൈനസ് ബീറ്റ ആൽഫയാണ് ഏറ്റവും വലുത്, അപ്പോൾ ഇത് പോസിറ്റീവാണ്. ഇനി 1 പ്ലസ് ബീറ്റ ഗാമ പോസിറ്റീവാണ്, ബീറ്റ മൈനസ് ഗാമ ബീറ്റ ഗാമയേക്കാൾ വലുതാണ്, അപ്പോൾ ഇതും മൊത്തത്തിൽ പോസിറ്റീവാണ്. ഇനി 1 പ്ലസ് ആൽഫ ഗാമ പോസിറ്റീവാണ്, ഗാമ മൈനസ് ആൽഫ ആൽഫ ഗാമേനേക്കാൾ വലുതാണ്, അപ്പോൾ ഗാമ മൈനസ് ആൽഫ നെഗറ്റീവാണ്, ഗാമ മൈനസ് ആൽഫ നെഗറ്റീവാണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സ് 1/x ആക്കുമ്പോൾ ഇത് രണ്ടും ടാൻ ഇൻവേഴ്സ് നേരെ ടാൻ ഇൻവേഴ്സ് 1/x ആവുമെങ്കിലും ഇവിടെ ഒരു പൈ കൂടി ആഡ് ചെയ്യേണ്ടി വരും, കാരണം അതിൻ്റെ ഉള്ളിലുള്ളത് നെഗറ്റീവ് ആയതുകൊണ്ട്.
അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് ബീറ്റ ബൈ 1 പ്ലസ് ആൽഫ ബീറ്റ ആവും. ഇത് ടാൻ ഇൻവേഴ്സ് ബീറ്റ മൈനസ് ഗാമ ബൈ 1 പ്ലസ് ബീറ്റ ഗാമയാവും. ഇത് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഗാമ മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ഗാമയാവും. ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 3 ടേംസ് നോക്കിയാൽ മനസ്സിലാവും. ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ അതെല്ലാം ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നാക്കാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നാക്കാം. അപ്പോൾ ഇതിലെ ഓരോ ടേംസിനെയും സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടേം സ്പ്ലിറ്റ് ചെയ്താൽ അത് ടാൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് ടാൻ ഇൻവേഴ്സ് ബീറ്റ ആവും. അടുത്ത ടേം സ്പ്ലിറ്റ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ബീറ്റ മൈനസ് ടാൻ ഇൻവേഴ്സ് ഗാമയാവും. പിന്നെ ഒരു പൈ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ടാൻ ഇൻവേഴ്സ് ഗാമ മൈനസ് ടാൻ ഇൻവേഴ്സ് ആൽഫയാവും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് ആൽഫ എല്ലാം ക്യാൻസലായിട്ട് ലാസ്റ്റ് ഒരു പൈ മാത്രം ബാക്കിയാവും. അപ്പോൾ പൈ ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ 4 പൈ ആണ് ആൻസർ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 4 പൈ ആണ് ആൻസർ.